ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണത്. ഇന്ന് പുട്ടായിനു രാവിലെ തന്നെ. അപ്പോൾ പുട്ടയ്ക്കൊക്കെ അടിപൊളി കറിയാണ് കേട്ടോ ചെറുപയർ. അപ്പോൾ ഈ ചെറുപയർ കറി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഒരു കുക്കർക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് എത്രയാണോ എരിവ് വേണ്ടി വെച്ചാൽ അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാകും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൽ ഒരു ചെറിയ അരപ്പ് ഉണ്ടാക്കണം. ഇത് തേങ്ങയാണ്. ഇതിക്ക് വേറെ ഒന്നും ഇടണ്ട കേട്ടോ. തേങ്ങ മാത്രം മിക്സിയിലിട്ട് നല്ലോണം ഒന്നുകൊണ്ട് അരച്ചെടുക്കുക. നമ്മൾ ചെറുപയർ ഇവിടെ വെന്ത് വന്നിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ച് പാരണം. അതിപ്പോൾ ചെറിയ ഉള്ളിയാണ്. ഇതൊരു പാൻ ചൂടാക്കിയാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുപയറില്ലേ വെന്ത് വന്ന് അതിക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അരപ്പുണ്ട്. ഇനി തേങ്ങ അരച്ച് വെച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ കറി വേണ്ടത് വെച്ചാൽ അത്രയും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ കറിയൊക്കെ റെഡിയായി വന്നിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് നല്ലോണം തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി ഒരു രസവും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ചെറുപയർ കറി ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ പെട്ടെന്ന് കറി വേണ്ടിയാലൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ടിട്ടോ.